എല്ലാവർക്കും ഇന്നത്തെ ഫ്രീ വെബിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഡേ 3 ആണ്. 11 days മാരത്തോൺ ഫ്രീ വെബിനാറിന്റെ അല്ലെങ്കിൽ ഫ്രീ ലൈവിന്റെ 3rd ഡേ ആണ് ഇന്ന്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? യെസ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടുള്ളവരൊക്കെ യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടും. ചിരിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ എന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് എന്നെ പരിചയപ്പെടുത്താം. ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഓക്കെ, അപ്പോ ഇന്ന് രിശ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നറിയോ? ഹൗ ടു ബി ഹാപ്പി ഓൾവേസ്. എങ്ങനെ നമുക്ക് എപ്പോഴും നല്ല സന്തോഷമായിരിക്കാമെന്ന. എത്ര പേര് ഹാപ്പിയാണോ? ഓക്കെ, അപ്പോ ഞാന് നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് 10 പവർഫുൾ ആയിട്ടുള്ള സീക്രട്സ് ആണ്, രഹസ്യങ്ങളാണ്. എന്തിനാണ്? ടു സ്റ്റേ നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് അറൗണ്ട് യു. നിങ്ങൾക്ക് ചുറ്റും എന്ത് നടന്നാലും അതൊന്നും നമ്മളെ ബാധിക്കാതെ. നമ്മൾ ഈ ചേമ്പലക്കകത്ത് വെള്ളം വന്ന് വീഴുന്നുണ്ടല്ലേ, വെള്ളം വന്ന് ചേമ്പലക്കകത്ത് വീഴും, അത് ഉരുണ്ട് അതിന്റെ പാട്ടിന് പോ. ചേമ്പലക്ക് വെള്ളം പറ്റുമോ? ഇല്ല. അതുപോലെ എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ റെഡിയാണോ? ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നേ. ക്ലോസ് യുവർ ഐസ്. കണ്ണടയ്ക്കൂ. ക്ലോസ് യുവർ ബ്യൂട്ടിഫുൾ ഐസ്. യെസ്. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ നിങ്ങളെ കണ്ടേ, നിങ്ങളുടെ മുഖം എങ്ങനെ കണ്ടേ, നിങ്ങളുടെ രൂപം എങ്ങനെ കണ്ടേ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. എന്നിട്ട് നിങ്ങൾ നല്ല ചിരിക്കുന്നതായിട്ട് കണ്ടേ. നിങ്ങൾ ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാന്നറിയാം നിങ്ങളെ കാണാൻ. നിങ്ങളുടെ സ്മൈലിംഗ് ഫേസ് കണ്ടേ. നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് കണ്ടേ. പൊട്ടിച്ചിരിക്കുന്നത് കണ്ടേ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത് കണ്ടേ. നിങ്ങള് സന്തോഷം കൊണ്ട് ഡാൻസ് ചെയ്യുന്നതായിട്ട് കണ്ടേ. യെസ്, നിങ്ങൾക്ക് ലൈഫിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്കൊക്കെ യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുന്നതായിട്ട് കണ്ടേ. യുവർ ജോയ്ഫുൾ മൂഡ്. You are celebrating your life. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ ഒരു ആഘോഷമാക്കി തീർക്കാണ്. എല്ലാരും എന്നോടൊപ്പം പറഞ്ഞേ, I am the source of my happiness. പറയൂ, I am the source of my happiness. 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 Very good. Open your eyes. എങ്ങനെ ഉണ്ടായിരുന്നു ആക്ടിവിറ്റി? ഇഷ്ടായോ? വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, അപ്പോ 10 secrets to stay happy always. എപ്പോഴും സന്തോഷമായിരിക്കണം. അതിനുള്ള 10 രഹസ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മക്കളെ, ഒന്നാമത്തെ രഹസ്യം എഴുതിക്കോളൂ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചോയ്സ്. നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്. എന്ത്? ഹാപ്പി ആയിരിക്കുക എന്നുള്ളത്. നിങ്ങൾ അനുവദിക്കാതെ ആർക്കും നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ പറ്റൂല. മക്കളെ, നമുക്ക് ചുറ്റുമുള്ള 85% ആളുകൾ, ഈ ലോകത്തിലെ 85% ആളുകളും നെഗറ്റീവാണ്. ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 10 secrets to stay happy always. എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള 10 രഹസ്യങ്ങളാ. ആ 10 രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹമില്ലേ? മക്കളെ, ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ. ഹാപ്പിനെസ് ഈസ് എ ചോയ്സ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ചോയ്സ് ആണോ. നമ്മൾ അനുവദിക്കാതെ ഒരു മനുഷ്യർക്ക് നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഈ ലോകത്ത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തുള്ള മനുഷ്യരില് 85% ആളുകളും നെഗറ്റീവാ. അപ്പൊ നമ്മളിങ്ങനെ സന്തോഷമായിട്ട് തുള്ളിക്കളിച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുമ്പോ എങ്ങനെയെങ്കിലും നമ്മളെ സന്തോഷത്തിൽ നിന്ന് വലിച്ചു താഴത്തേക്ക് ഇടാൻ ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആളുകൾ ശ്രമിക്കുമ്പോ അതിനനുസരിച്ച് സന്തോഷത്തെ കളയണോ അതോ വേണ്ടയോ? ഹാപ്പി ആയിട്ടിരിക്കണോ? തുള്ളിച്ചാടി നടക്കണോ? ഇറ്റ് ഈസ് യുവർ ചോയ്സ് മക്കളെ.
നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ നമ്മൾ ലൈഫിൽ എടുക്കുന്ന തീരുമാനമാണ് സന്തോഷമായിരിക്കണോ കരഞ്ഞ് ജീവിക്കണം. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആർക്കാ കരഞ്ഞ് വിഷമിച്ച് ജീവിക്കാൻ ഇഷ്ടം? നമ്മുടെ 100K ആയപ്പോൾ ഒരു വീഡിയോ യൂട്യൂബിൽ ഷോർട്സ് ടീച്ചറും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് താഴെ ആരോ എഴുതിയേക്കുന്നു ഞാൻ ഓവറാണ്. അതായത് ആരോ പറഞ്ഞു ടീച്ചർമ്മയുടെ ആ ഹാപ്പിനെസ് തുള്ളിച്ചേട്ടോ കാണും നിങ്ങളുടെ മനസ്സ് നിറയുന്നതൊക്കെ പറയുന്ന ഒരു സ്റ്റുഡൻസ് ഇട്ടോ. അപ്പൊ അതിന് താഴെ ഇവർ ഓവറാണ്, അതായത് ഞാൻ ഭയങ്കര ഓവറാണെന്ന്. അത് ആരോ ഇട്ട ഒരു റിപ്ലൈ ആണ് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഇന്ന് നമ്മുടെ സുജാർ മോഹൻ ലൈഫ് സ്റ്റൈൽ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. അതിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പോയിന്റിലേക്ക് വരാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എഴുതിക്കോളൂ. Gratitude changes your mood instantly. Gratitude changes your mood instantly. നമുക്ക് പെട്ടെന്ന് സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ മതി. നിങ്ങൾ ഒരു കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ, thank you so much teacher Ma for this free webinar. Thank you universe for this beautiful life. Thank you man. ഞാനിപ്പോൾ നോക്കുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റുഡിയോ റൂമിലായിരിക്കും. Thank you so much for my studio room. അതുപോലെ thank you for my loving family. Thank you for my loving husband. അല്ലേ, ഏതെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സെന്റൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ കിഡ്സ്. അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദി പറയാനുണ്ട് മക്കളെ. നമ്മളെ നന്ദി പറഞ്ഞെത്തിക്കാൻ നമുക്ക് പറ്റൂല. അത്രയും സൗഭാഗ്യങ്ങളാ ദൈവം നമുക്ക് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ എൻ്റെ മക്കള്? നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് സന്തോഷമില്ല, ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുക, അപ്പൊ ഈ ഒരു റൂമിൽ ഇരിക്കുക, നിങ്ങൾ ഇങ്ങനെ നോക്കുക, ചുറ്റുമുള്ള കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയും. നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ വിൻഡോ കാണാം, ഈ ജനലിന് നന്ദി, കർട്ടന് നന്ദി, പിന്നെ ഈ പേനയ്ക്ക് നന്ദി, ബുക്കിന് നന്ദി, ഈ മൊബൈൽ ഫോണിന് നന്ദി. എൻ്റെ മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ടല്ല എനിക്ക് എത്രയെങ്കിലും പേരുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റും. നന്ദി നന്ദി നന്ദി. നിങ്ങൾ ഇങ്ങനെ നന്ദി പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മൂഡ് എലവേറ്റ് ആയി നല്ല ഹാപ്പിനെസ്സിലേക്ക് എത്തും. ശരിയല്ലേ? യെസ്. ഇനി അടുത്ത പോയിന്റ് എന്താണെന്നറിയാവോ? മൂന്നാമത്തത്, സ്റ്റോപ്പ് ഓവർ തിങ്കിങ്, സ്റ്റാർട്ട് ലിവിങ്. ഈ ഓവർ തിങ്കിങ് അങ്ങ് നിർത്ത്. ആവശ്യമില്ലാതെ ഒരു കാര്യം ചിന്തിച്ച് 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 അങ്ങേ അറ്റം വരെ പോവും. പലരും പറയാറില്ല ഡിപ്രഷൻ അവസ്ഥയെന്ന്. കാര്യം എന്താ? നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ലൈഫിൽ വന്നു, അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു കാര്യം വരും, നമ്മൾ വിഷമിക്കുന്നു. ഇങ്ങനെ വിഷമിച്ച് 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 ലൈഫിലൊരു വലിയ കാര്യം വരും. ഒരൊറ്റ അടിക്ക് നമ്മൾ ആ ഒരു പടുകുഴിയിലേക്ക്, നമ്മൾ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകും. പിന്നെ മക്കളെ അതിന് കരകയറി വരാൻ പറഞ്ഞാൽ ശ്രമകരമായ കാര്യമാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം എൻ്റെ മക്കൾ? ആവശ്യമില്ലാത്ത നെഗറ്റീവ് ജപ്പും ജവറും ഒന്നും ചിന്തിക്കാൻ പോരുത്. എന്തോരം ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിൽ ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഫ്രീ ക്ലാസ്സിന്റെ വെറുതെ ഇരിക്കുമ്പോൾ എടുത്തു വെച്ച് കാണാം. അതിൽ പറയുന്നത് ഓരോന്നും കേൾക്കും, വളരെ നല്ലതാണ്. അതിൽ പറയുന്ന പോയിന്റ്സ് ഒക്കെ ലൈഫിൽ അപ്ലൈ ചെയ്ത് എത്ര പേരാ പറയുന്ന ടീച്ചർമാർ ഇന്ന് ലൈഫിൽ എന്തോരം മാറ്റം വന്നു. ശരിയല്ലേ? യെസ്. അപ്പോ ഓവർ തിങ്കിങ് സ്റ്റീൽസ് യുവർ ജോയ്. നിങ്ങളുടെ സന്തോഷത്തെ കട്ടെടുക്കും ഓവർ തിങ്കിങ്. അതുകൊണ്ട് മക്കളെ ആവശ്യമില്ലാത്ത ഓവർ തിങ്ക് ചെയ്യുമ്പോൾ എന്തിനേയും ഓവർ തിങ്ക് ചെയ്യുന്നേ? നമുക്ക് ശുഭ പ്രതീക്ഷ വേണം ലൈഫില്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളുടെ കരം പിടിച്ചുകൊണ്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ടീച്ചർമാരുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ട്. പിന്നെ ലൈഫിൽ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? മുന്നോട്ടേക്ക് നിങ്ങൾ പോകുമ്പോൾ ആരെയാ ഭയക്കുന്നത്? എന്തിനാ ഭയക്കുന്നത്? നല്ലതേ വരും, എനിക്ക് നല്ലതേ വരും. എങ്ങനാന്നറിയില്ല, എപ്പോഴാന്നറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്നൊക്കെ നേടും നേടും നേടും. ഇതാണ് ശുഭാപ്തി വിശ്വാസം. ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കണം കേട്ടോ. അപ്പോ ഓവർ തിങ്കിങ് ഒഴിവാക്കിയിട്ട് റീപ്ലേസ് ഇറ്റ് വിത്ത് ആക്ഷൻ. ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ കാര്യം നടക്കില്ല കേട്ടോ. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആക്സെപ്റ്റ് വാട്ട് യു കാൺട്ട് കൺട്രോൾ. ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ടോ. അതല്ലാതെ ഈ കാര്യം ഇങ്ങനെയാകണം എന്ന് നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് വിഷമമായിട്ട് തോന്നുന്നത്. അതായത് പീസ് ബിഗിൻസ് വെൻ റെസിസ്റ്റൻസ് എൻഡ്സ്. റെസിസ്റ്റൻസ് കുറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സന്തോഷം വരും. ശരിയല്ലേ? ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്നറിയാമോ? സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഹാപ്പി പീപ്പിൾ. നമുക്ക് സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഹാപ്പി എനർജി എന്ന് പറയുന്ന നല്ല ആൾക്കാരുണ്ട് മക്കളെ. നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ എടാ നിന്നെ കൊണ്ട് പറ്റൂടാ, അല്ലെ നിന്നെ കൊണ്ട് പറ്റൂല, നീ ചെയ്യുമൊത്തെ, നീ നിനക്ക് നല്ല കഴിവുള്ള പെൺകുട്ടി, അല്ലെ നീ നല്ല കഴിവുള്ള വ്യക്തി, നീ വിജയിക്കും, എനിക്ക് ഉറപ്പാണ്. ആരും നമ്മളിൽ പ്രതീക്ഷ അർപ്പിക്കാത്ത, അതായത് നമുക്ക് പോലും നമ്മളെ വിശ്വാസം ഇല്ലാത്തപ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ നല്ല ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, നല്ല റിലേറ്റീവ്സ് ഉണ്ട്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. മക്കളെ നീ അത്
ചെയ്യും, പറ്റും നിന്നെ കൊണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നല്ല മനുഷ്യരുമായിട്ട് സഹകരിക്കും. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ സഹകരിക്കാൻ പോകരുത്. ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ആവശ്യമില്ലാത്ത നെഗറ്റീവ്സ് മൊത്തം കുത്തി നിറച്ച് നമ്മുടെ മനസ്സിനെ നെഗറ്റീവ് ആക്കും. ഓടി രക്ഷപ്പെട്ടോളുക ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന്. പോവരുത് അങ്ങനെയുള്ളവരോട് സഹകരിക്കാൻ കേട്ടോ. നല്ല ആളുകളോട് സഹകരിക്കുക. ടീച്ചർമാർ ഡെയിലി ലൈവിൽ വന്ന് എന്തോരം നല്ല കാര്യങ്ങളാ പറഞ്ഞിരുന്നത്, ശരിയല്ലേ? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണോ നിങ്ങൾ ഇത് കാണുന്നത്? സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യം എന്താ, എന്നിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്തേക്കണം. ചിലർ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതുകൊണ്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടിരുന്നാല് ഓക്കെ ആണോ? ലൈവില് ടീച്ചർമാർ വരുമ്പോ നോട്ടിഫിക്കേഷൻ വരും, സുജാഹർ ബോഹരീസ് ഓൺ ലൈവ്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ലൈവില് വന്ന് ടീച്ചറിനെ കാണാൻ പറ്റും കേട്ടോ. യെസ്. അപ്പോ ഇനി 6ാമത്തെ പോയിന്റ് എന്താണെന്നറിയോ? മൂവ് യുവർ ബോഡി. നിങ്ങൾ ബോഡി മൂവ് ചെയ്യുമ്പോ നിങ്ങൾ എത്രത്തോളം ബോഡി മൂവ് ചെയ്യുന്നു അത്രയും നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടും. നിങ്ങൾ ഒന്നുകിൽ ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ വാക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നമ്മുടെ പ്ലാറ്റിനം ക്ലാസ്സിൽ, പ്ലാറ്റിനം നിങ്ങൾക്ക് അറിയാലോ, ലൈഫ് ലോങ് മെന്റർഷിപ്പ് ആണ് ടീച്ചറുടെ പ്രീമിയം മെമ്പേഴ്സായി മാറാൻ എത്ര പേർക്ക് ആഗ്രഹമുള്ള ഒരു യെസ് എന്ന ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ. 100 കണക്കിന് പ്ലാറ്റിനം മെമ്പേഴ്സ് ആണ്, 100 കണക്കിന് പ്ലാറ്റിനം വെയിറ്റിംഗ് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും പേര്, അതായത് പ്ലാറ്റിനത്തിൽ ജോയിൻ ചെയ്യുന്നവർക്ക് എല്ലാ ദിവസവും രാവിലെ യോഗ കൊടുക്കും. കാര്യം എന്താണ്, 2 നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് വന്നിട്ടാണ് യോഗ പഠിപ്പിക്കുക. അപ്പൊ രാവിലെ തന്നെ ബോഡിയൊക്കെ മൂവ് ചെയ്യുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ ഹൈ എനർജിയിൽ ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രാവിലെ ഒരു എക്സസൈസോ വർക്കൗട്ടോ എന്തെങ്കിലും യോഗ എന്തെങ്കിലും ചെയ്യണം. കാര്യം ബോഡി മൂവ് ചെയ്തെങ്കിൽ നമ്മുടെ പോസിറ്റീവ് എനർജി കൂടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? യെസ് മക്കളെ. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗീവ് വിത്തൗട്ട് എക്സ്പെക്ടിങ്. പ്രതീക്ഷിക്കാതെ കൊടുക്കണം. അതായത് നമുക്ക് പാവപ്പെട്ടവർക്കൊക്കെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതെ കൊടുക്കണം. അല്ല ഞാനിപ്പോ അവന് കൊടുത്തു അവൻ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ വെച്ചിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. അതായത് നമ്മൾ കൈൻഡ് ആയിരിക്കും മക്കളെ. കൈൻഡ്നെസ് നമ്മളെ ഹാപ്പി ആക്കും അല്ലെ. നമ്മളിങ്ങനെ റോഡിൽ പോകുമ്പോഴത്തേക്കും ഒരു വിശന്ന് വലഞ്ഞ ഒരു അപ്പൂപ്പൻ വരുവാണ് മക്കളെ, 10 രൂപ ഒരു ചായ കുടിക്കാൻ നീരേ നൂന്ന് നിൽക്കാൻ പോലും പോയി. നമ്മൾ ആ അപ്പൂപ്പന് 10 രൂപ എടുത്ത് കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിലോ ഞാൻ അടിപൊളി അല്ലെ, നമുക്കൊരു കൈൻഡ്നെസ് ഫീൽ ചെയ്യത്തില്ലേ? അതൊക്കെ നമ്മളെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് forgive and free yourself. നിങ്ങൾ ആരോടെങ്കിലും ഒക്കെയുള്ള പകയും ദേഷ്യവും വെറുപ്പും വിരോധവും വിദ്വേഷവും ഉള്ളിൽ കൊണ്ടു നടക്കുകയാണ്. ഇത് നമുക്ക് ദോഷം ചെയ്യും. പലരും പറയാ ടീച്ചറമ്മ എന്ത് പറഞ്ഞാൽ ഞാൻ ക്ഷമിച്ചു കൊടുക്കത്തില്ല, അവരെന്നെ ദ്രോഹിച്ചു, അവരെന്നെ വിഷമിപ്പിച്ചു, അവര് കാരണമായി ഇന്ന് ഞാൻ നരകിക്കുന്നു, അവരോടൊന്നും ഈ ജന്മത്തിന് ഞാൻ പൊറുക്കൂല. അപ്പൊ ഇങ്ങനെ പകയും ദേഷ്യവും ഒക്കെ ഉള്ളിൽ കൊണ്ടു നടന്ന നമ്മുടെ സന്തോഷം പോകും. നമുക്ക് ആരോടും, പലരും എന്നോട് ചോദിക്കാറുണ്ട് ടീച്ചറമ്മ എങ്ങനെ എപ്പോഴും ഹാപ്പിനെസ് തുള്ളിച്ചാടി നടക്കുന്നത്, 24 മണിക്കൂർ നോക്കിയാലും തുള്ളിച്ചാടി ഇങ്ങനെ നടക്കുക എങ്ങനെയാ മക്കളെ? ആരോടും പകയില്ല. ജീവിതത്തിൽ വേദനിപ്പിച്ച് വിഷമിപ്പിച്ച്, അതായത് നമ്മളെ അങ്ങ് അത്രയും തകർത്ത് കളഞ്ഞവരുണ്ട്. പക്ഷെ നമുക്ക് അവരോട് ആരോടും എന്തില്ല, ദേഷ്യമില്ല. എല്ലാവരോടും ക്ഷമിച്ചു കൊടുക്കും. ആ ക്ഷമിച്ചു കൊടുക്കാനുള്ള വലിയ മനസ്സുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവുന്നില്ലേ. ലൈഫിൽ വിജയം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമിച്ചു കൊടുക്കണം കേട്ടോ. സന്തോഷം വേണമെങ്കിൽ എന്ത് വേണം? ക്ഷമിച്ചു കൊടുക്കണം. ഓക്കെ മക്കളെ. 9ാമത്തെ പോയിന്റ് പറയട്ടെ. നമ്മള് 10 കാര്യങ്ങളാ പറയുന്നത്. അതിൽ 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് live in the present moment. ഈ നിമിഷത്തിൽ ജീവിക്കും. പലരും ഈ നിമിഷത്തിൽ ജീവിക്കുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്നു കഴിഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് വേദനിച്ച് കരഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. നിർത്ത് മക്കളെ. ഈ കണ്ണീരും കരച്ചിലും കൊണ്ട് ജീവിതത്തിൽ ഒരു മനുഷ്യനും എങ്ങും എത്തിയിട്ടില്ല. നമുക്ക് കണ്ണീരും വേണ്ട, നമുക്ക് സന്തോഷമാണ് വേണ്ടത്. എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കും, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും. നിങ്ങൾ എന്തുകൊണ്ടാണ് ടീച്ചറമ്മ ഇഷ്ടപ്പെടുന്നത്? എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ. നിങ്ങൾ ടീച്ചറമ്മ ഇഷ്ടപ്പെടുന്നതിന്റെ റീസൺ എന്താ നോക്കട്ടെ. നിങ്ങൾ എന്ത് റീസണാ പറയുന്നത്? എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ. എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? ചിലർ പറയും ടീച്ചർമ്മയുടെ സ്മൈല് സൂപ്പറാണ്, ടീച്ചർമ്മ എപ്പോഴും എനർജറ്റിക് ആണ്, എപ്പോഴും ഹാപ്പിയാണ് അല്ലെ. പല റീസൺ ഉണ്ട്. നിങ്ങൾ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടുകൊണ്ടിരിക്കട്ടെ. അപ്പം നമ്മള് എപ്പോഴും അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നല്ല ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാര്. അല്ലാതെ ഏത് നേരവും കരഞ്ഞ് അയ്യോ എന്റെ ലൈഫിൽ ഇങ്ങനെ ദുരിതങ്ങളാണ്, പ്രശ്നങ്ങൾ, കരഞ്ഞ് കണ്ണീരുമായിട്ടിരിക്കുന്നവരുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. കുറച്ച് ദിവസം നമ്മുടെ കണ്ണീര് ആൾക്കാർ കാണും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇത് മടുത്തു തുടങ്ങും. ശരിയല്ലേ? അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാം? നല്ല എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സേ ഹാപ്പി അഫർമേഷൻസ് എവറി ഡേ. നിങ്ങളുടെ സന്തോഷം കൂടാനുള്ള ഹാപ്പി അഫർമേഷൻസ് വേണം. എഴുതിക്കോളൂ. Every cell in my body is filled with happiness and peace.
Every cell in my body is filled with happiness and peace. എന്നോടൊപ്പം പറയൂ. Every cell in my body is filled with happiness and peace. Every cell in my body is filled with happiness and peace. Every cell in my body is filled with happiness and peace. എന്റെ ശരീരത്തിലെ ഓരോ കോശങ്ങളും സന്തോഷവും സമാധാനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അടിപൊളി അഫർമേഷൻ അല്ലേ? വെരി ഗുഡ്. ഓക്കെ, ടീച്ചറുടെ അഫർമേഷൻ പറയാൻ റെഡിയാണോ? എല്ലാരും പറയൂ. I am happy. പറഞ്ഞേ. I am happy. 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 സന്തോഷം കൂടിയോ? ഇനി അടുത്ത അഫർമേഷൻ പറയട്ടെ. I allow happiness to flow into my life. എന്താ അടിപൊളി അഫർമേഷൻ എന്നൊക്കെ. I allow happiness to flow into my life. I allow happiness to flow into my life. I allow happiness to flow into my life. My smile is my power. My smile is my power. ചിരിച്ചേ, എല്ലാവരും പുഞ്ചിരിച്ചേ. എന്ത് രസാ നിങ്ങളെ കാണാൻ. My smile is my power. നിങ്ങൾ ഒരിക്കലും ടീച്ചറമ്മയെ എന്നെ കാണാം, ഞങ്ങളെ കാണാൻ പറ്റുമോ? എന്റെ മനസ്സിൽ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. നിങ്ങളെ ചിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ. My smile is my power. My smile is my power. My smile is my power. അപ്പൊ എപ്പോഴും ചിരിക്കൂ ചിരിച്ചുകൊണ്ടേയിരിക്കും അല്ലെ? സന്തോഷമായിട്ടിരിക്കും. അപ്പൊ ഈ അഫർമേഷനൊക്കെ ആവർത്തിച്ച് പറയണം കേട്ടോ. നിങ്ങളുടെ ഹാപ്പിനെസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ ഹാപ്പിനെസ് ഇസ് നോട്ട് സംതിങ് യു സെർച്ച് ഔട്ട്സൈഡ്. നിങ്ങൾ ബാഹ്യ ലോകത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് സന്തോഷം. ഈ കസ്തൂരിമാൻ അതിന്റെ നാഭിയില് കസ്തൂരി വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കൂല. ഈ മണം എവിടുന്നാ വരുന്നത് എന്ന് പറഞ്ഞ് നോക്കി. ഇതുപോലെ നമ്മൾ സന്തോഷം കിട്ടാനായിട്ട് പുറം ലോകത്ത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. എവിടെ കിട്ടും സന്തോഷം? കടയിൽ മേടിക്കാൻ കിട്ടും സന്തോഷം? ഇല്ല. It is something you grow inside. മക്കളെ, നമ്മുടെ ഉള്ളില് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സന്തോഷം. ചിലര് പറയും എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ല. എങ്ങനെ സന്തോഷം കിട്ടും? ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്ത ചിന്തിച്ചാൽ പിന്നെ എങ്ങനെയാ സന്തോഷം കിട്ടുക? അപ്പൊ നമ്മൾ നല്ല ശുഭചിന്തകൾ ചിന്തിച്ചാൽ നമുക്ക് നല്ല ഹാപ്പിനെസ് കിട്ടും. അപ്പൊ നാളെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു പവർഫുൾ ആയിട്ടുള്ള സെഷനുമായിട്ടായിരിക്കും ടീച്ചർമ്മ വരുന്നത്. അപ്പൊ നിങ്ങൾ കാത്തിരിക്കണം. 6 മണിയാകുമ്പോഴത്തേക്ക് കാത്തിരിക്കണം ടീച്ചർമ്മ ലൈവില് വരാനായിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് എല്ലാവരും ഹാപ്പി ആയോ? എന്റെ എല്ലാ മക്കളും ഹാപ്പി ആയോ? ഹാപ്പി ആയവരെ യെസ് എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നാളത്തെ ലൈവിൽ കാണാം. ബൈ ബൈ. ലവ് യു ഓൾ. ബൈ.